IDF SG ആണ്. സ്പീച്ച് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്കറിയാം നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ലാസ്റ്റ് 8 മാർക്സിന്റെ 2 ക്വസ്റ്റ്യൻസ് അല്ലെ. അതിനകത്ത് ഏറ്റവും കൂടുതൽ തവണ ചോദിച്ചിട്ടുള്ളത് ഒരു ക്വസ്റ്റ്യൻ നമുക്കറിയാം അപ്രീസിയേഷൻ ആണെങ്കിൽ, മറ്റേ ചോദ്യം സ്പീച്ച് ആണ്. ഓക്കെ, അപ്പൊ സ്പീച്ച് എന്ന് പറയുന്നത് അത്ര ഇമ്പോർട്ടന്റ് ആണ്. ഇനി അവിടെ 8 മാർക്കിന് ചോദിച്ചില്ലെങ്കിൽ തൊട്ട് മുകളിലായിട്ടുള്ള അല്ലെങ്കിൽ തൊട്ട് കുറഞ്ഞ മാർക്കിനോ 6 മാർക്കിനോ ഒക്കെ എന്ത് ചെയ്യാറുണ്ട്, ചോദിക്കാറുണ്ട്. അവ ഷുവർ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് സ്പീച്ച് എന്ന് പറയുന്നത്. സോ നമ്മൾ ആ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കണം. രണ്ടാമത്തെ കാര്യം, ഒരു ഏത് എക്സാമിനായിക്കോട്ടെ എന്ന് വെച്ചാൽ നിങ്ങളുടെ ഓണം എക്സാം ആയിക്കോട്ടെ, അല്ലെങ്കിൽ നിങ്ങളുടെ ഹാഫ് ഇയർലി ആയിക്കോട്ടെ, പബ്ലിക് ആയിക്കോട്ടെ, എല്ലാ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലും നമുക്ക് ഏറ്റവും കൂടുതൽ വെയിറ്റേജ് കാണുന്ന ഒരു യൂണിറ്റ് എന്ന് പറയുന്നത് ഫസ്റ്റ് യൂണിറ്റ് ആണ് അല്ലെ. അപ്പൊ ഫസ്റ്റ് യൂണിറ്റിന്റെ അകത്ത് നിന്നും നമുക്ക് ഒരു എസ്എ ക്വസ്റ്റ്യൻ എന്തായാലും പ്രതീക്ഷിക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യന്റെ ഒരു തീം എന്താ? ജനറൽ തീം ആയിരിക്കും. ജനറൽ തീം വിമൻ എംപവർമെന്റ് ആണ്. അപ്പൊ വിമൻ എംപവർമെന്റുമായി ബന്ധപ്പെട്ടിട്ട് നിർബന്ധമായും നിങ്ങളൊരു സ്പീച്ച് പഠിച്ചു വെക്കണം. ഓക്കെ, വിമൻ എംപവർമെന്റുമായിട്ട് നിർബന്ധമായിട്ട് സ്പീച്ച് പഠിച്ചു വെച്ചാൽ അത് ആ 8 മാർക്കിന് മാത്രമല്ല, നമുക്ക് അതിന് മേലെയുള്ള ക്വസ്റ്റ്യൻസിനും ഒക്കെ എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാൻ പറ്റും. റെഡി അല്ലേ? ഒരു സ്പീച്ചിൽ എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അല്ലെങ്കിൽ അതിൽ കംപ്ലീറ്റ് മാർക്കും നമ്മൾ സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെല്ലാം പോയിന്റ്സ് ആണ് നമ്മൾ കീപ്പ് ഇൻ മൈൻഡ് ചെയ്യേണ്ടത് എന്നതാണ് നമ്മൾ ഈ ഒരു വീഡിയോ ഒക്കെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ വേഗം നമുക്ക് വീഡിയോയിലേക്ക് വരാം. എന്തൊക്കെയാണ് നമ്മൾ ഒരു സ്പീച്ചിൽ ശ്രദ്ധിക്കേണ്ടത്? ഒന്നാമതായിട്ട് നമ്മൾ മനസ്സിലാക്കണം, ഒരു സ്പീച്ച് എന്ന് പറഞ്ഞാൽ, അപ്പൊ ഞാനിവിടെ ഒരു പ്രസംഗം നടത്തുന്നു എന്ന് പറഞ്ഞാൽ ഒരു ടോപ്പിക് ഉണ്ടാവും. ആ ടോപ്പിക്ക് ശരിവെക്കുന്ന, അല്ലെങ്കിൽ എനിക്ക് പറയാനുള്ള എന്റെ ആ ടോപ്പിക്കിലുള്ള ഐഡിയാസിനെ ഞാൻ നിങ്ങളോട് കൺവേ ചെയ്യണം. അപ്പൊ ഞാൻ എന്താ ശ്രദ്ധിക്കേണ്ടത്? ഞാൻ അതിനെ സമർത്ഥിക്കാൻ വേണ്ടിയിട്ട് അതിന് കുറച്ച് എക്സാമ്പിൾസ്, ഇലിസ്ട്രേഷൻസ്, കണക്കുകൾ, കാര്യങ്ങൾ ഇതെല്ലാം ഞാൻ ഇങ്ങനെ പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരിക്കും. ഓരോരോ പാരഗ്രാഫിലും എന്റെ ഓരോ പോയിന്റ്സ് ആയിരിക്കും ഉണ്ടാവുക. ശരിയല്ലേ? അപ്പൊ മാത്രമല്ല, ഞാൻ എപ്പോഴും പറയുന്നത് എങ്ങനെയായിരിക്കും? ഞാനിപ്പോ പറയുന്നത് പോലെ ഞാൻ എപ്പോഴും പറയുന്നത് എങ്ങനെയായിരിക്കും? ഫസ്റ്റ് പേഴ്സണിലായിരിക്കും പറയുന്നുണ്ടാവുക. ഞാൻ പറയില്ലേ, ഞാനിപ്പോൾ, ഞാൻ ഇങ്ങനെ നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കും. ഫസ്റ്റ് പേഴ്സൺ നറേഷൻ ആണ് എപ്പോഴും എന്തിലുണ്ടാവുക? സ്പീച്ചിലുണ്ടാവുക. രണ്ടാമത്തെ കാര്യം, നമ്മൾ അതെപ്പോഴും പ്രസന്റ് ടെൻസിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. സ്പീച്ചിൽ എപ്പോഴും നമ്മൾ എന്തിലായിരിക്കാൻ വേണ്ടി ശ്രമിക്കുക? പ്രസന്റ് ടെൻസിലാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. ഓക്കെ, അപ്പൊ നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എപ്പോഴും എന്തൊക്കെ കൊണ്ടുവരണം? പ്രസന്റ് ടെൻസിലാക്കണം, അതുപോലെ ഫസ്റ്റ് പേഴ്സണിലാക്കണം, അതുപോലെ സ്റ്റോറീസ് കൊണ്ടുവരാം, അതുപോലെ എക്സാമ്പിൾസ് കൊണ്ടുവരാം, ഇലിസ്ട്രേഷൻസ് കൊണ്ടുവരാം, കണക്കുകൾ, കാര്യങ്ങൾ ഇതെല്ലാം കൊണ്ടുവരാം. ഏതില്? നമുക്ക് സ്പീച്ചിനകത്ത്. ഓക്കെ, ഇനി ഇത് പാരഗ്രാഫ്സ് ആക്കിയിട്ട് എഴുതാൻ വേണ്ടി ശ്രമിക്കുക. ഫസ്റ്റ് പാരഗ്രാഫിൽ എന്താണ് നമ്മൾ കൊടുക്കുക? ഇൻട്രൊഡക്ഷന്റെ കാര്യമൊക്കെ ഞാൻ പറയാം. പാരഗ്രാഫ്സ് എഴുതിയിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു. പാരഗ്രാഫിൽ ആദ്യത്തെ പാരഗ്രാഫിൽ നമ്മളുടെ ഒരു ഇൻട്രൊഡക്ഷൻ ആയിരിക്കും അല്ലെ. ആ ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞു ശേഷം നമ്മൾ അതിനോട് കണക്ട് ചെയ്തിട്ടുള്ള ഏതെങ്കിലും ടോപ്പിക് ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ, ഓണത്തെ കുറിച്ചാണ് നമ്മൾ എഴുതുന്നതായിരിക്കാം എക്സാമ്പിൾ. അപ്പൊ ഈ ഓണത്തില് ഒരു ഓണത്തിന്റെ എന്താ പറയാ, ഒരു ഹിസ്റ്ററിയെ കുറിച്ചിട്ട്, അല്ലെങ്കിൽ അതിന്റെ ഒരു ചരിത്ര പ്രാധാന്യം കുറിച്ച് നമ്മൾ പറയുന്നു, മഹാബലി കാര്യങ്ങളൊക്കെ. ശേഷം നമ്മൾ അതിന്റെ ഏതെങ്കിലും ഒരു ഓണം കളിയോ, അല്ലെങ്കിൽ ഓണത്തിന്റെ സദ്യയെ കുറിച്ചിട്ട് ഒരു പാരഗ്രാഫ്, ഓക്കെ, ഓണക്കളികളെ കുറിച്ചിട്ട് ഒരു പാരഗ്രാഫ്, ഓണക്കോടികളെ കുറിച്ചൊരു പാരഗ്രാഫ്, അതുപോലെ തന്നെ ഓണത്തല്ലിനെ കുറിച്ചൊരു പാരഗ്രാഫ്. ഇങ്ങനെ നമ്മൾ ഓരോ ടോപ്പിക് ആയിരിക്കും നമ്മുടെ ഓരോ പാരഗ്രാഫും എന്ന് പറയുന്നത്. സോ ഓരോ പാരഗ്രാഫ്സും എത്ര ഇമ്പോർട്ടന്റ് ആണെന്ന് മനസ്സിലാക്കുക. 8 മാർക്കിന്റെ ചോദ്യത്തിന് 2.5 പേജെങ്കിലും എഴുതണം എന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഇതിൽ എന്താ എഴുതുക? അതിനാണ് ഞാൻ പറഞ്ഞ എന്താ എക്സാമ്പിൾസ്, ഇലിസ്ട്രേഷൻസ്. ഇങ്ങനെയുള്ള ഇപ്പോൾ വിമൻ എംപവർമെന്റ് ആണെങ്കിൽ നമുക്ക് കൽപ്പന ചൗള എഴുതാം അല്ലെ, അതുപോലെ ഇന്ദിരാഗാന്ധി എഴുതാം, അങ്ങനെ മേരി കോമിനെ എഴുതാം. അപ്പൊ ഇങ്ങനെ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്ന കുറെ ആൾക്കാരുണ്ട്. അപ്പൊ നമ്മുടെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് നമ്മൾ വേറെയും ഒരുപാട് ആൾക്കാരെ കുറിച്ചിട്ടൊക്കെ. എന്താ പറയാ, നമ്മുടെ കോവിഡ് കാലത്തും അതുപോലെ തന്നെ നിപ്പ വൈറസിന്റെ കാലത്തും ഒക്കെ ഹീറോസ് ആൻഡ് ജെംസ് ആൻഡ് സ്റ്റാർസ് ആയിരുന്ന ആളുകളെ കുറിച്ചൊക്കെ, അവരെയൊക്കെ നമുക്ക് ഇതിനകത്തേക്ക് എന്ത് ചെയ്യാം, ഇൻട്രൊഡ്യൂസ് ചെയ്യാം. നിങ്ങൾക്ക് ചുറ്റിലും കാണുന്ന ആളുകളെയൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതുപോലെ ഇതിനകത്തേക്ക് ആൻസറിലേക്ക് കൊണ്ടുവരാൻ പറ്റും. ടോപ്പിക് ഒന്നും മാറാതെ പോയാൽ മതി. ഓക്കെ, അപ്പൊ അതായിരിക്കണം നമ്മുടെ ഓരോരോ പാരഗ്രാഫുകളും. റെഡി അല്ലേ? ഇനി അതിനൊരു ഇൻട്രൊഡക്ഷൻ ഉണ്ടായതുപോലെ തന്നെ ഒരു കൺക്ലൂഷനും നമ്മുടെ ഈ ഒരു സ്പീച്ചിന് അത്യാവശ്യമാണ്. റെഡി അല്ലേ? അപ്പൊ ഇനി നമുക്ക് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട്, ഒരു വേഗമായിട്ട് ഞാൻ പറഞ്ഞു എങ്ങനെയൊക്കെയാണ് ഓരോരോ കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എക്സാമിനേഷനെ കുറച്ചുകൂടെ എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഈ എക്സ്പ്രഷൻസ് ഉപയോഗിക്കുക. എവിടെ? നമ്മുടെ സ്പീച്ചിനകത്ത്. നോക്കുക, ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഏതൊരു സ്പീച്ച് ആണെങ്കിലും നിങ്ങൾക്ക് ഗുഡ് മോർണിംഗ് എന്നോ ഗുഡ് ആഫ്റ്റർനൂണോ സ്റ്റാർട്ട് ചെയ്യാം. ഒരു സാല്യൂട്ടേഷൻ ഉണ്ടാവണം, ആളുകളെ അഭിസംബോധന ചെയ്യുന്ന അല്ലെ. എന്താണ്? ഡിയർ ടീച്ചേഴ്സ് ആൻഡ് ഫ്രണ്ട്സ് എന്ന് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യാം. അത് ഇനി ഇമ്പോർട്ടന്റ് ആണ്, അതിന് മാർക്കുണ്ട്. ഡിയർ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്താലും മതി, അല്ലെങ്കിൽ ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ എന്ന് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്താലും മതി. ഓക്കെ, എങ്ങനെ എഴുതാണെങ്കിലും അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് എഴുതിയില്ലെങ്കിൽ മാർക്ക് പോകും. നെക്സ്റ്റ്,
ഐ എം വെരി ഹാപ്പി ടു ബി ഹിയർ ഓൺ ദിസ് ഒക്കേഷൻ എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഐ എം വെരി ഹാപ്പി ടു ബി ഹിയർ ഓൺ ദിസ് ഒക്കേഷൻ എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, എനിക്ക് വളരെ സന്തോഷമുണ്ട് നിങ്ങൾക്ക് മുമ്പിൽ നിൽക്കാൻ, ഈ ഒരു കാര്യം പറയാൻ വേണ്ടി സംസാരിക്കാൻ വേണ്ടി. ഐ വുഡ് ലൈക്ക് ടു സ്പീക്ക് യു ഓൺ ദ ടോപ്പിക് എന്നിട്ട് പറയാം. ഐ വുഡ് ലൈക്ക് ടു സ്പീക്ക് യു ഓൺ ദ ടോപ്പിക്. ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് ഈ ടോപ്പിക്കിന്റെ മേലെയാണ്. ഏത് ടോപ്പിക് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവും ആ ടോപ്പിക് അതെടുത്ത് എഴുതാം. ഇറ്റ് ഇസ് വെരി ഇമ്പോർട്ടന്റ്. ഈ വാക്കുകൾ, ഈ സെന്റൻസുകൾ ഇടയ്ക്കിടയ്ക്ക് ഉപയോഗിക്കാം. പുട്ടിന് തേങ്ങ ഇടുന്ന പോലെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പറയാൻ ഇറ്റ് ഇസ് വെരി ഇമ്പോർട്ടന്റ് ടു അണ്ടർസ്റ്റാൻഡ്. ഓക്കെ, അല്ലെങ്കിൽ ഇറ്റ് ഇസ് ദ നീഡ് ഓഫ് ദ അവർ. ഇറ്റ് ഇസ് ദ നീഡ് ഓഫ് ദ അവർ. ഇത് ഈ ഒരു കാലഘട്ടത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. ഓക്കെ, ഇറ്റ് ഇസ് ദ നീഡ് ഓഫ് ദ അവർ. ദെൻ ഐ വുഡ് ലൈക്ക് ടു കൺക്ലൂഡ് മൈ വേർഡ്സ്. അവസാനിപ്പിക്കുമ്പോൾ നമ്മൾ പറയാം ഐ വുഡ് ലൈക്ക് ടു കൺക്ലൂഡ് മൈ വേർഡ്സ്. എനിക്ക് വാക്കുകൾ ഞാനിങ്ങനെ ഉപസംഹരിക്കുന്നു. നെക്സ്റ്റ് താങ്ക് യു എന്നൊക്കെ പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. ഇനിയും കുറച്ചും കൂടെ ഈ പോയിന്റ്സ് നിങ്ങളൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോ, ഓർത്ത് വെച്ചോ. ഇത് നമുക്ക് എന്ത് ചെയ്യണം, മസ്റ്റായിട്ട് നിങ്ങളുടെ സ്പീച്ചിൽ റിഫ്ലക്ട് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളാണത്. ഇനി നമുക്കൊരു കുറച്ചുകൂടെ ഭംഗിയാക്കിയിട്ട് എന്താ നമ്മൾ എഴുതാണെങ്കിലും, ഏത് ക്വസ്റ്റ്യൻ നമ്മൾ എഴുതാണെങ്കിലും അതിന്റെ തുടക്കത്തിന് നമ്മൾ ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ അല്ലെ. അപ്പൊ ഒരു സ്പീച്ച് അട്രാക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഈ ഒരു മാർഗം ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇതൊരു എന്താ പറയാ, നിങ്ങളുടേതായിട്ടുള്ള ഒരു എന്താ പറയാ, ഒരു കരവിരുത് ആ സ്പീച്ചിനകത്ത് കാണണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ കുറച്ച് റെഫറൊക്കെ ചെയ്തിട്ട് ചെയ്യുന്നത് പോലെ നമുക്കിതൊന്ന് എഴുതി നോക്കാം. സ്റ്റാർട്ട് യുവർ സ്പീച്ച് വിത്ത് എ ക്വസ്റ്റ്യൻ ഓർ എ കോട്ട്. ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് ഒരുപാട് ആൾക്കാരുടെ ഒരു പ്രസംഗ മത്സരം നടക്കാന്നിരിക്കാം. അതിൽ ഒരുപാട് 10 ആൾക്കാരൊക്കെ വന്ന് പോകുമ്പോഴേക്കും അല്ലെങ്കിൽ 3 ആൾക്കാർ പോകുമ്പോഴേക്കും തന്നെ നമ്മളുടെ എന്താ പറയാ ആ ഒരു കോൺസെൻട്രേഷൻ നഷ്ടപ്പെട്ടുണ്ടാവും കേൾവിക്കാരന്റെ. നമ്മളെ ശ്രദ്ധിക്കൊന്നുമില്ല. എന്നാൽ ഒരാൾ ഓടി വന്നിട്ട് പെട്ടെന്ന് ഒരാൾ പ്രസംഗിക്കാൻ വന്ന 4ാമത്തെ ആൾ വന്നിട്ട് പറയാണ് ഞാൻ നിങ്ങളെല്ലാവരുടെ ചോദ്യം ചോദിക്കട്ടെ എന്ന് പറയുമ്പോൾ ഇയാളെന്താ ചോദ്യം ചോദിക്കാൻ നിൽക്കുന്നു, നമ്മൾ ശ്രദ്ധിക്കും അല്ലെ. അപ്പൊ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ച് നമുക്ക് തുടങ്ങാം. അല്ലെങ്കിൽ ഏതെങ്കിലും കോട്ട് പറഞ്ഞിട്ട് കൊടുക്കാം. ഒരു കോട്ട്, ഏതെങ്കിലും ഒരു കോട്ട് ഉണ്ടാവില്ലേ, പ്രോവേബുകൾ അല്ലെങ്കിൽ ഏതെങ്കിലും കോട്ടുകൾ, ആരെങ്കിലും മഹാന്മാരൊക്കെ പറഞ്ഞുള്ള കോട്ടുകൾ തുടങ്ങിയിട്ട് നമുക്ക് പറയാം. അപ്പൊ കോട്ട്, എല്ലാ കോട്ടും ഇങ്ങനെ നമ്മൾ പഠിച്ചു വെക്കാം. എടോ നിങ്ങൾക്ക് 2 യൂണിറ്റ് ആയി ഫസ്റ്റ് ടൈമിലുള്ള എക്സാമിനേഷൻ പഠിക്കാനുള്ളൂ. അത് ഞാൻ പറഞ്ഞു ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫസ്റ്റ് യൂണിറ്റ് നിങ്ങൾക്ക് സ്പീച്ച് വരാൻ സാധ്യതയുണ്ട്. അപ്പൊ വിമൻ എംപവർമെന്റുമായിട്ട് ബന്ധപ്പെട്ട 1-2 കോട്ട് പഠിച്ചൂടെ? യെസ്, ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ 1-2-3 കോട്ടുകൾ നമ്മൾ പഠിക്കും. അപ്പൊ ആ കോട്ടുകൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഇവിടെ സ്പീച്ചിന് വരുമ്പോൾ ഒന്ന് ഹെഡിങ് ആക്കി എഴുതുക. ഏത് എസ്സേ വരാണെങ്കിലും, ഈ ചാപ്റ്ററിലും ഏത് എസ്സേ വരാണെങ്കിലും നിങ്ങൾക്ക് ഈ കോട്ട് അതിനകത്ത് ആഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ കൊട്ടേഷൻസിലൂടെ അല്ലെങ്കിൽ ഏതെങ്കിലും ക്വസ്റ്റ്യനിലൂടെ, അല്ലെങ്കിൽ ഒരാൾ പറയണത് ഞാനൊരു കഥ പറഞ്ഞു തുടങ്ങാം എന്നൊക്കെ പറഞ്ഞു തുടങ്ങുമ്പോൾ ആൾക്കാർ ഒരു എന്താ പറയാ അറ്റൻഷൻ നമുക്ക് സീക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ അതാണ് നമ്മൾ ഇവിടെ പറഞ്ഞത്. സ്റ്റാർട്ട് യുവർ സ്പീച്ച് വിത്ത് എ ക്വസ്റ്റ്യൻ ഓർ എ കോട്ട്. ട്രൈ ടു കണക്ട് ദ ക്വസ്റ്റ്യൻ ഓർ കോട്ട് വിത്ത് യുവർ ടോപ്പിക്. എന്നിട്ട് വെറുതെ കഥ പറഞ്ഞല്ലോ, എന്താ പറയാ ഈ ഒരു സാധനം പറഞ്ഞിട്ട് പോവല്ല, പകരം അതിനൊന്ന് കണക്ട് ചെയ്യുക, നിങ്ങളുടെ ടോപ്പിക്കുമായിട്ട് അതിനെ കണക്ട് ചെയ്യുക. ദെൻ ഇൻട്രൊഡ്യൂസ് യുവർ നെയിം ആൻഡ് ടോപ്പിക്. എന്നിട്ട് നിങ്ങളുടെ പേരും നിങ്ങളുടെ ടോപ്പിക്കും ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഈ ഒരു ചാപ്റ്ററുമായി ബന്ധപ്പെട്ടുള്ള 2 കോട്ടുകൾ ഞാൻ ഇവിടെ തന്നിട്ടുണ്ട്. എ സ്ട്രോങ് വുമൺ സ്റ്റാൻഡ്സ് അപ്പ് ഫോർ ഹെർസെൽഫ്. A strong woman stands for everyone else. A strong woman stands for herself. A stronger woman, കുറച്ചുകൂടെ സ്ട്രോങ്ങർ ആണ് അവളെങ്കിൽ എല്ലാവർക്കും വേണ്ടിയിട്ട് അവൾ എഴുന്നേറ്റ് നിൽക്കും. നെക്സ്റ്റ്, എംപവർമെന്റ് ഇസ് നോട്ട് എ ട്രെൻഡ്, ഇറ്റ് ഈസ് എ ലൈഫ് സ്റ്റൈൽ. ഓക്കെ, ഇനി നമ്മുടെ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ഇമാജിൻ ദാറ്റ് യുവർ റെസിഡൻസ് അസോസിയേഷൻ ഇസ് ഓർഗനൈസിംഗ് എ സെലിബ്രേഷൻ ഓൺ വിമൻസ് ഡേ. As the secretary of the youth wing of the association, you are asked to deliver a speech on the role of women in the family and society. Draft a speech in the light of your reading of 3 L's of empowerment and any woman. 2 ചാപ്റ്ററും കൂടെ ചേർത്തിട്ടാണ് നമ്മുടെ ചോദ്യം. നമുക്ക് വളരെയധികം ഉപയോഗപ്പെടുന്ന ഒരു ചോദ്യം. സ്പീച്ച് എങ്ങനെയാണെന്ന് മനസ്സിലാക്കുക മാത്രമല്ല, ഈ 2ന്റെയും ഒരു സമ്മറി, അല്ലെങ്കിൽ ഏത് ചോദ്യം വന്നാലും ഈ ഒരു യൂണിറ്റ് ഒന്നും എഴുതാൻ പറ്റുന്ന ഒരു സമ്മറിയാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വേഗം നോക്കിക്കോളൂ. സ്റ്റാൻഡ് അപ്പ് ഫോർ വിമൻ. ഇറ്റ് ഇസ് വിമൻസ് ഡേ. ക്വസ്റ്റ്യൻ അങ്ങനെയല്ലേ, വിമൻസ് ഡേ അല്ലേ നമ്മളോട് പ്രസംഗം നടത്താൻ പറയുന്നത്. അപ്പൊ ഞാൻ അങ്ങനെ ഒരു കോട്ടാണ് കൊടുത്തത് കേട്ടോ. എങ്ങനെ? സ്റ്റാൻഡ് അപ്പ് ഫോർ വിമൻ, ഇറ്റ്സ് എ വിമൻസ് ഡേ എന്ന് പറഞ്ഞ് ഞാൻ സ്റ്റാർട്ട് ചെയ്തു ഒരു കോട്ട്. ഓക്കെ, ശേഷം ഞാൻ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. വെരി ഗുഡ് ആഫ്റ്റർനൂൺ അല്ലെങ്കിൽ എ വെരി ഗുഡ് മോർണിംഗ് ടു all of you respected dignitaries, honorable guests and my dear fellows അല്ലെങ്കിൽ my fellow students എന്നും പറയാം നിങ്ങൾക്ക്. ഓക്കെ, I am indeed feeling honored to speak before you. ഭയങ്കര സന്തോഷമുണ്ട് നിങ്ങളുടെ മുമ്പിൽ നിന്ന് സംസാരിക്കുന്നത്. അത് അങ്ങനെ തന്നെ എഴുതി വെക്കാനല്ല, പഠിച്ചു വെക്കുക. നമ്മുടെ പരീക്ഷയ്ക്ക് എഴുതി വെക്കാം. As all of you know, today March 8 is International Women's Day. All over the world, the day is observed to ensure the
that women have an equal share in the developmental activities. ഇതൊരു ദിവസത്തിൽ നമുക്ക് എല്ലാവർക്കും അറിയാം, ലോകത്താകമാനം സ്ത്രീകൾക്ക് ഈ എല്ലാ ഡെവലപ്മെന്റ് ഏരിയാസിലും എന്തുണ്ട്, ഒരു വലിയ പങ്കുണ്ട് അല്ലെ. In many parts of the world, women are still considered second class citizens. എന്നാൽ ലോകത്തിൽ പല ഇടങ്ങളിലും പല തൊഴിൽ മേഖലകളിലും എപ്പോഴും ഫാമിലിയിലും ഒക്കെ ഒരു രണ്ടാം തരക്കാരായിട്ടാണ് അവരെ, സെക്കൻഡ് ക്ലാസ് സിറ്റിസൺസ് ആയിട്ടാണ് അവരെ പരിഗണിക്കുന്നത്. നെക്സ്റ്റ്, ഇന്ത്യ is one of the countries where women suffer most because of discrimination. ഇന്ത്യ ഒരു രാജ്യമാണ്, എങ്ങനെയുള്ള രാജ്യമാണ്, അവിടെ സ്ത്രീകൾ വളരെയധികം പ്രയാസപ്പെടുന്നുണ്ട്. എന്ത് കാരണം? ഡിസ്ക്രിമിനേഷൻ കാരണം, വിവേചനം കാരണം. ഓക്കെ, ഇനി we still have the dowry system. നമ്മുടെ ഇന്ത്യയിൽ ഇന്നും എന്തുണ്ടാ, സ്ത്രീധനം, ഡൗറി സിസ്റ്റം ഉണ്ട്. ഫീമെയിൽ ഫീറ്റിസൈഡ് ഇസ് കോമൺ അല്ലെ, ഭ്രൂണഹത്യ, പെൺകുഞ്ഞിന്റെ ഭ്രൂണഹത്യ ഇന്നും കോമൺ ആയിട്ട് നടക്കുന്നുണ്ട്. അതുപോലെ although these are prohibited by law, they still go on in our society. ഇതെല്ലാം നിയമപരമായിട്ട് നിരോധിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഇത് ഇന്നും നമ്മുടെ സൊസൈറ്റിയിൽ വളരെ വ്യാപകമായിട്ട് നടക്കുന്നുണ്ട്. The life of an Indian woman, generally speaking, is a series of slaveries. എന്നിട്ട് അവർ പറയണം, അല്ല നിങ്ങളാ പറയുന്നത്, ദ ലൈഫ് ഓഫ് ആൻ ഇന്ത്യൻ വിമൻ ജനറലി സ്പീക്കിംഗ്, പൊതുവെ പറയുകയാണെങ്കിൽ ഇന്ത്യൻ വിമന്റെ ഒരു ലൈഫ് എന്ന് പറഞ്ഞാൽ ഒരുപാട് സ്ലേവറികളുടെ ഒരു സീരീസ് ആണ്. Until she is married, she is a slave of her father. When she is married, she is a slave of her husband. And when the husband dies, she becomes the slave of her son with whom she chooses to stay. ആദ്യം അവളൊരു അച്ഛന്റെ എന്താണ്, ശരിക്കും അച്ഛന്റെ സ്ലേവ് ആണെന്നൊക്കെ എനിക്ക് തോന്നുന്നില്ല. കാരണം ഷീ ഇസ് ദ ക്വീൻ ഓഫ് ഹർ ഫാദർ അല്ലെ, അവളുടെ അച്ഛന്റെ ക്വീനാണ്. ഏതായാലും ഒരു ചാപ്റ്ററിന് വേണ്ടിയിട്ട് നമ്മൾ അതിനെ എന്ത് ചെയ്യുന്നു, മാറ്റി നമ്മുടെ ഒരു മാർക്കിന് വേണ്ടിയിട്ട് നമ്മൾ അങ്ങനെ പറയുന്നു. Next, it is usual that husbands die before their wives because they marry women much younger to them. അല്ലെ, വളരെ ചെറിയ പെൺകുട്ടിയെ പ്രായമുള്ള ആളുകൾ കല്യാണം കഴിച്ചിട്ട് അയാളുടെ ഹസ്ബൻഡ് ആണ് ആദ്യം എന്ത് ചെയ്യുന്നത്, തട്ടിപ്പോകുന്നത്. അതോടുകൂടിയിട്ട് അവള് വിധവയായിട്ട് ബാക്കിയുള്ള കാലം ജീവിക്കുകയാണ്. The situation has to change, and this can be done by 3 L's of empowerment. ഏതൊക്കെയാണ്? learning, labor and leadership, as shown by Christine Lagarde, who was the first woman finance minister of France. ഫ്രാൻസിലെ ഫസ്റ്റ് ഫിനാൻസ് മിനിസ്റ്റർ ആയിരുന്ന നമ്മുടെ ക്രിസ്ത്യൻ ലെഗാർഡ് എന്ന് പറയുന്നത്, അവരെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കണ്ടില്ലേ, അവരെ നമ്മുടെ ചാപ്റ്ററുമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കണ്ടില്ലേ. ഈ ഒരു കാര്യം പറഞ്ഞിട്ട് നമ്മൾ നേരെ എന്ത് പറഞ്ഞു, 3 L's of empowermentലൂടെ നമുക്ക് ഇതെല്ലാം ഒഴിവാക്കാൻ സാധിക്കും എന്ന് പറഞ്ഞത് ആരാണ്? ക്രിസ്ത്യൻ ലെഗാർഡ് ആണ്. ക്രിസ്ത്യൻ ലെഗാർഡ് ആരാണ്? അവര് ഫസ്റ്റ് വിമൻ മിനിസ്റ്റർ ഓഫ് ഫിനാൻസ് മിനിസ്റ്റർ ഓഫ് ഫ്രാൻസ് ആണ് എന്ന് പറഞ്ഞ് നമ്മൾ നേരെ ചാപ്റ്ററുമായിട്ട് ഈ ഒരു സ്പീച്ചിനെ കണക്ട് ചെയ്തു. ഇനി നമ്മൾ കൺക്ലൂഡ് ചെയ്യാൻ പോകണം. ലേണിംഗ് ഹെൽപ്സ് ദ വിമൻ, അതിന്റെ ഒറ്റ വരിയിൽ ആ രണ്ട് കാര്യങ്ങളൊന്നും പറയാണ്. ലേണിംഗ് ഹെൽപ്സ് ദ വിമൻ ടു നോ അബൌട്ട് ദെയർ റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ്. ലേബർ ഓർ എംപ്ലോയ്മെന്റ് ഗിവ്സ് ഹെർ ദ എക്കണോമിക് പവർ ടു അസേർട്ട് ഹെർസെൽഫ്. അപ്പൊ ഞാനിവിടെ ഇങ്ങനെ അണ്ടർലൈൻ ചെയ്ത് വെച്ചിട്ട് ഡാർക്കൻ ചെയ്ത് വെച്ചിട്ടുള്ളതൊക്കെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ആൻസർ പേപ്പറിൽ എന്ത് ചെയ്യണം, അണ്ടർലൈൻ ചെയ്യാനുള്ളതാണ്. അതുപോലെ തന്നെ ഇവിടെ ഉണ്ട് റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ്. എനി വുമൺ വിത്തൗട്ട് എനി ഇൻകം has to depend on their father, husband or son for their needs. Leadership makes the women powerful. She should be able to lead so that the world becomes a better place to live in. Lagarde says women make better leaders than men. Women tend to make decisions based on consciousness, conscious building, inclusion, compassion and sustainability. എന്നൊക്കെ നമ്മുടെ ടെക്സ്റ്റുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. Last, it is true that sometimes women lack confidence to match their competence. ശരിയാണ്, ചില സമയങ്ങളിൽ നമുക്ക് എന്ത് സംഭവിക്കാറുണ്ട്, സ്ത്രീകൾക്ക് അവരുടെ കോമ്പറ്റൻസ് എന്ന് പറയുമ്പോൾ അവരെ എതിരാളികളെ, മത്സരാർത്ഥികളെ, എന്താണ് ബാക്കിയുള്ളവരെ എതിരാളികളെ നേരിടാൻ കുറച്ച് കോൺഫിഡൻസിന് കുറവുണ്ടാവാറുണ്ട്. ദേ ഹാവ് ടു ചേഞ്ച് ദെയർ മൈൻഡ് സെറ്റ്. ആ ഒരു മൈൻഡ് സെറ്റ് അവർ മാറ്റണം. ദേ ഷുഡ് ബി റെഡി ടു ഡെയർ ദ ഡിഫറൻസ്. മാറ്റത്തെ നേരിടാനുള്ള ധൈര്യം അവർ കാണിക്കണം. To take the risk and step outside these comfort zones. അവരുടെ കംഫർട്ട് സോൺസിൽ നിന്നും പുറത്തേക്ക് മാറി ചിന്തിക്കാനുള്ള ഒരു ധൈര്യം അവർ കാണിക്കേ പറ്റൂ. ഇന്ദിരാഗാന്ധി ആൻഡ് കൽപ്പന ചൗള came out of their comfort zones. അങ്ങനെ പുറത്തേക്ക് വന്ന, കംഫർട്ട് സോണിൽ നിന്നും പുറത്തേക്ക് വന്ന ആൾക്കാരാണ്, എക്സാമ്പിൾസ് ആണ് ഇന്ദിരാഗാന്ധി, കൽപ്പന ചൗളയൊക്കെ. ആൻഡ് ദാറ്റ് is why we respect them and remember them almost every day. Therefore, ask the girls assembled here. Therefore, അല്ലെങ്കിൽ I therefore ask the girls. അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞില്ലായിരുന്നു, ഞാൻ നമ്മൾ ഉപയോഗിക്കണം എന്ന് പറഞ്ഞില്ലായിരുന്നു. I therefore ask the girls assembled here to take charge of their lives. അതുകൊണ്ട് ഇവിടെ കൂടിയിരിക്കുന്ന പെൺകുട്ടികളോട് ഞാൻ പറയുന്നു, എന്താ, നിങ്ങളുടെ ലൈഫിന്റെ ചാർജ് നിങ്ങൾ ഏറ്റെടുക്കണം. You have a lot to gain and nothing to lose by trying to make yourself equal to men. നിങ്ങൾക്കൊന്നും നഷ്ടപ്പെടാനില്ല, പക്ഷെ നേടാൻ ഒരുപാട് ഉണ്ട് താനും. എന്തിനാ? പുരുഷന്മാരോളം നിങ്ങൾ എന്ത് ചെയ്യണം,
കട്ടയ്ക്ക് നിൽക്കണം എന്നൊക്കെ പറയാണ്ട് അവസാനിപ്പിക്കുന്നു. ഐ വിഷ് യു സക്സസ് ഇൻ യുവേഴ്സ്. നിങ്ങളുടെ എല്ലാ ജീവിതത്തിലെ എല്ലാ മേഖലകളിലും വിജയം നിങ്ങൾക്ക് ആശംസിക്കുന്നതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ആ ജയ് ഹിന്ദ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് അവസാനിപ്പിക്കാം. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മളൊരു സ്പീച്ചിനകത്ത് ശ്രദ്ധിക്കേണ്ടത്. ഒറ്റ കാര്യം കൂടെ ഞാൻ അതിനകത്ത് ഒരു അപ്പൊ നിങ്ങൾ ചോദിക്കും, ഇത്ര എഴുതിയാൽ മതി 8 മാർക്കിന്, ഇത്ര പോരാ, ഇത് ഒരു 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 എന്താ പറയാ, ആവറേജുകാരന് അല്ലെങ്കിൽ ബുദ്ധിമുട്ടുള്ളവന് എഴുതാൻ വേണ്ടിയിട്ട് ഇതിനകത്ത് നിങ്ങൾക്ക് വേറെ ഒരുപാട് കാര്യങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എക്സാമ്പിൾസ് ഒക്കെ ആളുകളെയൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആഡ് ചെയ്യാം. അതുപോലെ തന്നെ ഒന്നുകൂടെ ഇലാബറേറ്റ് ചെയ്തിട്ട് ഓരോരോ പാരഗ്രാഫുകളെ ഒന്നുകൂടെ വിശദീകരിച്ചിട്ട് അപ്പൊ കൽപ്പന ചൗളയെ പറ്റി പറയുമ്പോൾ, ഇന്ദിരാഗാന്ധിയെ പറ്റി പറയുമ്പോൾ കൂടുതൽ ആളുകളെ കുറിച്ചിട്ട് ആഡ് ചെയ്തിട്ട് ഒക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിനെ ഒന്നുകൂടെ വിശാലമാക്കി കൊണ്ടുവരാം. പിന്നെ ഒരു ടോപ്പിക് വേണമെങ്കിൽ, ഒരു പോയിന്റ് വേണമെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് പറയാം, പുരുഷനെ ഒരു ബെഞ്ച് മാർക്ക് ആക്കാതെ അതിനപ്പുറത്തേക്കുള്ള പോസിബിലിറ്റീസിലേക്ക്, അല്ലെ, പുരുഷനേക്കാൾ അപ്പുറത്തേക്ക് ഒരുപാട് പൊട്ടൻഷ്യൽസ് ഉള്ള ആളുകളാണ്, എല്ലാത്തിലും ഡിഫറെന്റ് ആണ് വിമൻ എന്ന് പറയുമ്പോൾ പുരുഷനിൽ നിന്നും. സോ അവരെ ബെഞ്ച് മാർക്ക് ആക്കാതെ നമ്മൾ എന്ത് ചെയ്യുക, അതിനപ്പുറത്തേക്കൊക്കെ ചിന്തിക്കുകയാണെങ്കിൽ സ്കൈ ഇസ് ദ ലിമിറ്റ് ഫോർ ദം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതിനെ അവസാനിപ്പിക്കാം. അപ്പോൾ ഒരു ഇതുപോലെ ഇപ്പൊ ഞാൻ പറഞ്ഞ ഐ ദെയർ ഫോർ എന്ന് പറഞ്ഞ് ലാസ്റ്റിൽ അവസാനിപ്പിച്ചതുപോലെ ഒരു മെസ്സേജ് കൊടുക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ അവർക്കൊരു ഒരു വേറെ എന്തെങ്കിലും ക്വസ്റ്റൻ ആണെങ്കിൽ ഒരു പ്ലെഡ്ജ് പറയുന്നത് പോലെ, ഒരു ഓത്ത് എടുക്കുന്ന പോലെ ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം, അവസാനിപ്പിക്കാം. ഓക്കെ, അപ്പൊ അത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഈ ഒരു സ്പീച്ചിൽ ശ്രദ്ധിക്കേണ്ടത്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഷുവർ ആയിട്ട് നിങ്ങൾക്ക് അതിന് ഫുൾ മാർക്ക് കിട്ടും. സോ നിങ്ങൾക്ക് ഇതൊരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ആയി തോന്നുകയാണെങ്കിൽ നിങ്ങൾ താഴെ തീർച്ചയായിട്ടും എന്ത് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഓക്കെ, കമന്റ് ചെയ്യുക, ബാക്കി ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. അപ്പോൾ ഞാൻ ഇതിന്റെ ഒരു ചെറിയൊരു സമ്മറി സ്പീച്ചിൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം. ഒന്ന്, നിങ്ങൾ ആദ്യം തന്നെ അതിനൊരു കോട്ടിങ്ങിലൂടെ കൂടിയിട്ട് തുടങ്ങുക. ഓക്കെ, ആ കോട്ടിങ് ആദ്യം പഠിച്ചു വെക്കുക, നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ഏതെങ്കിലും ഒരു കോട്ടിലൂടെ തുടങ്ങുക. നെക്സ്റ്റ് നിങ്ങൾ സാല്യൂട്ടേഷൻ കൊടുക്കുക, അറ്റ്ലീസ്റ്റ് ഡിയർ ഫ്രണ്ട്സ് എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യുക, അതിന് മാർക്ക് കിട്ടും. ശേഷം നമ്മൾ എന്താ ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കുക. ഇൻട്രൊഡക്ഷൻ എപ്പോഴും കാച്ചി ആയിരിക്കണം. സിമ്പിൾ പ്രസന്റ് ടെൻസിൽ കാര്യങ്ങൾ പറയാൻ വേണ്ടി മിക്കവാറും ശ്രമിക്കുക. പാസ്റ്റ് ടെൻസിലേക്കൊക്കെ കൊണ്ടുവരിക നമുക്ക് സെന്റൻസുകളെ. ശേഷം ഒരു ഫസ്റ്റ് പേഴ്സണിൽ നിന്നുകൊണ്ട് സംസാരിക്കുക. കുറെ ചെറിയ പാരഗ്രാഫുകളാക്കി എഴുതുക. സിമ്പിൾ സെന്റൻസസ് യൂസ് ചെയ്യുക. ഒരു അവസാനിപ്പിക്കലുണ്ടാവണം. അവസാനിപ്പിക്കുന്നതിന് തൊട്ട് മുമ്പുള്ള പാരഗ്രാഫിൽ പറഞ്ഞതിന്റെ ഒക്കെ ഒരു കൺക്ലൂഷൻ കൊടുക്കുകയാണെങ്കിൽ, അവസാനിപ്പിക്കുന്നതിന്റെ തൊട്ട് മുമ്പുള്ള പാരഗ്രാഫിൽ ഇതിന്റെ ഒക്കെ ഒരു കൺക്ലൂഷൻ സമ്മറൈസ് ചെയ്യുക. ശേഷം നമ്മൾ അതൊന്ന് കൺക്ലൂഡ് ചെയ്യുക. ലാസ്റ്റ് നമ്മൾ കൺക്ലൂഡിങ് ലൈൻ കൊടുക്കുന്നു. എന്താണ്, ഐ വിഷ് യു ഓൾ സക്സസ് ഇൻ യുവർ എൻഡ്യൂറൻസ് എന്നല്ലെങ്കിൽ എല്ലാത്തിലും കോമൺ ആയിട്ട് എഴുതാൻ പറ്റുന്നതാണ്. താങ്ക് യു ഫോർ ലെൻഡിങ് മി യുവർ ഇയേഴ്സ്. നിങ്ങളുടെ കാതുകൾ കടന്നതിൽ എനിക്ക് എന്താ പറയുക, നന്ദിയുണ്ട് എന്ന് പറയുന്നത് നിങ്ങൾക്ക് അവസാനിപ്പിക്കാം. That's all. This is Jay signing off from Silent Learning. Thank you.